ഈ വാർത്ത പുറത്തുവന്ന ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിരുന്നത് ഈ കുട്ടിയുടെ യാത്ര സൗജന്യമാകും, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തീരുമാനമുണ്ടോ? തീരുമാനങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടില്ല. എന്തായാലും ഭാവിയിൽ അദ്ദേഹം എന്ത് പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. KSRTCയെ സംബന്ധിച്ചോളം വളരെ പുരോഗമനമായ ഒട്ടനവധി പദ്ധതികളാണ് ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ മന്ത്രി ഇതിൽ ചാർജ് എടുത്ത ശേഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ 2 ദിവസങ്ങളായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലൈവുകൾ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പൊതുജനങ്ങളോടും യാത്രക്കാരോടും എങ്ങനെയാണ് KSRTC പെരുമാറേണ്ടതെന്നുള്ളതാണ് അദ്ദേഹം ഈ സ്ഥാപനത്തിൽ വന്ന കാലം മുതൽ മുൻപും നമുക്കറിയാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ല സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. തീർച്ചയായിട്ടും ഞങ്ങൾ ജീവനക്കാർ അത് ഏറ്റെടുത്തു. അത് ഏറ്റവും ഭംഗിയായി തന്നെ പൊതുജനങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ ഇത് നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള തെളിവുകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടക്ടർക്കും ബസ് ഡ്രൈവർക്കും എന്തെങ്കിലും ഗുഡ് സർവീസ് സെന്റർ അങ്ങനെ എന്തെങ്കിലും അതിനെക്കുറിച്ചുള്ള എല്ലാ മാനേജ്മെന്റ് തലത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങളാണ്. അത് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ഇന്ന് കൊടുത്തതല്ലേ, ഇന്ന് കൊടുത്തത് കുട്ടിക്കുള്ള ആ നമ്മുടെ ഈ ബസ്സിനകത്ത് ജന്മം നൽകിയ ആ കുട്ടിക്കുള്ള സമ്മാനമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ, അദ്ദേഹത്തിന് ഡ്രസ്സും കുറച്ച് കാര്യങ്ങൾ മാത്രം പ്രാഥമികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ സമ്മാനമാണ്. എന്നിലൂടെ അത് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷം കൂടി ഞാൻ ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ്. എന്താണ് നമ്മുടെ ആശുപത്രിയുടെ ഭാഗത്തുനിന്നുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞു? ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ളത് ഇങ്ങനെ ഒരു ചികിത്സ ഞങ്ങൾക്ക് ആ കൃത്യസമയത്ത് തന്നെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും സമയോചിതമായിട്ടുള്ള ഇടപെടലുകളെ ഞങ്ങൾ വല്ലാതെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നമ്മളെന്തായാലും അവിടെ വന്ന സമയം മുതലുള്ള എല്ലാ ചെലവുകളും നമ്മൾ ആശുപത്രി തന്നെ വഹിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ ആയിരിക്കുന്നിടത്തോളം കാലമുള്ള എല്ലാ കാര്യങ്ങളും അമല തന്നെയായിരിക്കും കഴിയുന്ന അടുത്ത് തന്നെ ഡിസ്ചാർജ് ആവാനുള്ള സാധ്യതയുണ്ട്. 1-2 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ആവാനുള്ള സാധ്യതയുണ്ട്. അമ്മയും കുഞ്ഞും വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നതെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അവരൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.